പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് അനുഗ്രഹ ദിവസമാണ്. നിങ്ങളുടെ ഓരോ നിയോഗങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നിങ്ങൾക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഭവനങ്ങളിലെ ആത്മീയ മന്ദത, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, കുമ്പസാരിക്കാൻ പറ്റാത്ത അവസ്ഥ, വചനം വായിക്കാൻ പറ്റാത്ത അവസ്ഥ, സന്തോഷത്തോടെ പണ്ട് നല്ല അനോയിൻറ്റിങ് ആയിരുന്നു, നല്ല അഭിഷേകമായിരുന്നു, പ്രാർത്ഥനയുടെ കൃപകളും വരങ്ങളുമൊക്കെ ഭവനങ്ങളിൽ അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അതിന് സാധിക്കാതെ പല ഭവനങ്ങളും ആത്മീയതയുടെ കാര്യത്തിൽ മരുഭൂമിയുടെ അനുഭവമാണ്. മരുഭൂമിയുടെ അനുഭവം. അതിന് ഒരല്പം വിടുതൽ വേണം. അവിടെ വെള്ളം വേണം, അവിടെ ജീവജാലങ്ങൾ വേണം. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവാണ് ആ ജീവജലം. അതിന്ന് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് നഷ്ടപ്പെട്ടു പോയ മാമോദീസയുടെ കൃപകൾ, നഷ്ടപ്പെട്ടു പോയ സ്ഥൈര്യലേപനത്തിൻ്റെ കൃപകൾ, നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധ കുർബാനയുടെ കൂദാശയുടെ കൃപകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തിരികെ ഭവനങ്ങളിലേക്ക് വരട്ടെ. മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയകളും നമ്മുടെ പ്രാർത്ഥനയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സംസ്കാരങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ കുടുംബങ്ങളെ അവ തകർത്തുകൊണ്ടിരിക്കുക. വിവേകമില്ലാത്ത വിധത്തിൽ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുമ്പോൾ അത് സാത്താനാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പലരും അതിൻ്റെ അടിമകളാണ്. ചെറിയ കുഞ്ഞുങ്ങൾ പോലും അതിൻ്റെ അടിമകളാണ്. കൈക്കുഞ്ഞുങ്ങൾ പോലും അതിനടിമകളാണ്. വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയകൾക്ക് അടിമകളായി മാറിയിരിക്കുക. മുതിർന്നവർ അതിനടിമകളായി മാറിയിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, അതിലൂടെ സാത്താന് നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുവാനും അവന് നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലും ഒളിച്ചിരിക്കാനുള്ള അവസരം കിട്ടുകയാണ്. പണ്ട് മരുഭൂമിയിലെ വിശുദ്ധ അന്തോനീസിനോടും ഞങ്ങളുടെ വിശുദ്ധനായ മരിയ വിയാനിയോടുമൊക്കെ സാത്താൻ നേരിട്ട് വന്ന് ആക്രമിക്കുമായിരുന്നു. കാരണം അവിടെ വിശുദ്ധി കൊണ്ട്, അതുകൊണ്ട് അവൻ ഒളിഞ്ഞിരിക്കാൻ പറ്റില്ലായിരുന്നു. എവിടെ ഇരുന്നാലും വിശുദ്ധന്മാർക്ക് സാത്താനെ കാണാൻ പറ്റുമായിരുന്നു. നമ്മുടെ കാരണന്മാർക്കും അത് കാണാൻ പറ്റുമായിരുന്നു ഒരു പരിധിവരെ. എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം എന്താ? നമ്മുടെ കണ്ണുകളിൽ ആ തെളിച്ചം, പരിശുദ്ധാത്മാവിൻ്റെ കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക. ആയതിനാൽ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്ന ആത്മീയ മന്ദതകൾ, നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്ന കുടുംബ തകർച്ചകൾ, തെറ്റായ ബന്ധങ്ങൾ, സമ്പത്തിൻ്റെ മേലുള്ള കുരുക്കുകൾ, ഓൺലൈൻ ഗെയിമുകളിലൂടെയും മറ്റ് പല വിധത്തിലുള്ള കാര്യങ്ങളിലൂടെയും, തെറ്റായ കൂട്ടുകെട്ടുകളിലൂടെയും, മദ്യപാനത്തിലൂടെയും, ലഹരിയിലൂടെയും, അശ്രദ്ധയിലൂടെയും കടന്നു വരുന്ന സാമ്പത്തിക കുരുക്കുകളെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അകപ്പെട്ടു പോകുന്നു. കുഞ്ഞുങ്ങളുടെ പഠന മേഖലയിലേക്ക് കടന്നു വരുന്ന ആ കാര്യങ്ങൾ, അവരുടെ സ്വഭാവങ്ങളിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ സാത്താൻ നമ്മുടെ കണ്ണുകളെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ജ്ഞാനങ്ങളെയും ബന്ധിച്ചിട്ടിരിക്കുക. കർത്താവ്, ഇന്ന് അതിനൊരു വിടുതൽ കിട്ടണം. ഈ അത്ഭുത ദേവാലയം മാതൃദേയി പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള ഈ ഭദ്രാസന ദേവാലയത്തിൽ ഈ ശുശ്രൂഷയിലൂടെ അത്ഭുതങ്ങൾ നടക്കണം. കാരണം ഇത് അത്ഭുത അൾത്താരയാണ്. പല വിശുദ്ധരായ മിഷണറിമാർ ബലിയർപ്പിച്ച അൾത്താരയാണ്. 1498 മുതൽ ഇവിടെയുള്ള ആ ഒരു അഭിഷേകം, ഇവിടെ ആദ്യമായി വിശ്വാസം കൊണ്ടുവന്ന കോവിൽഹാം എന്ന മിഷണറിയുടെ രക്തം വീണ ഈ ഭൂമിയിൽ അത്ഭുതം നടക്കും മക്കളെ. ആ രക്തം നീതിക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി കണ്ണുനീരോടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളുടെ കുടുംബങ്ങളിലെ അസ്വസ്ഥതകൾ മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, കടങ്ങൾ മാറട്ടെ,
രോഗങ്ങൾ മാറട്ടെ, ജോലി തടസ്സം മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ശൈശവ സംബന്ധമായ രോഗങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ച വചനം, ഇതിനു മുൻപ് നമുക്ക് ലഭിച്ചിട്ടുള്ള വചനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 1-ാമത്തെ തിരുവചനമാണ്. മക്കളെ, ഇത് കർത്താവ് ഓരോ ദിവസവും നമുക്ക് തെരഞ്ഞെടുത്ത് തരുന്ന വചനമാണ്. ആ വചനം ഇങ്ങനെയാണ്: ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം, ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ ആത്മാവുള്ളവൻ, വിടുതൽ കൊടുക്കുന്നവൻ, പിശാചിനെ ബഹിഷ്കരിക്കുന്നവൻ, രോഗികളെ ബഹിഷ്കരിക്കുന്നവൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ സന്നിഹിതനാണ്. ആ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. ആ സഹനദാസന്റെ നാമത്തിൽ, ആ സഫറിംഗ് സർവൻ്റ് ഓഫ് യാവയുടെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ, ഡെലിവറൻസ്, മോചനം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ നിയോഗങ്ങൾക്ക് കർത്താവിന് അത് കേൾക്കുകയും ചെവിക്കൊള്ളുകയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് ഉത്തരം നൽകി നിങ്ങൾക്ക് എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, യേശുവിൻ്റെ ആത്മാവേ, ഇറങ്ങി വരണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ, അങ്ങയെ എൻ്റെ ജീവിതത്തിൻ്റെ ഏക കർത്താവും ഏക രക്ഷകനുമായി ഞാൻ സ്വീകരിക്കുന്നു. അങ്ങല്ലാതെ മറ്റൊരു കർത്താവില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു. അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങൾ അവിടുത്തെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് കുരിശിൽ കയറി ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലിയായെന്ന് ദൃഢമായി ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ വസ്തുവകളെയും പൊതിയണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ ഇവിടെ ഇതിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളെയും കുടുംബനാഥന്മാരെയും കുടുംബനാഥകളെയും മക്കളെയും തിരുരക്തം കൊണ്ട് പൊതിയട്ടെ. ഇവരുടെ ഭവനത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ നാരക ശക്തികളും അന്ധകാര സേനകളും ദുഷ്ടാത്മ സംഘങ്ങളും പൈശാചിക വ്യൂഹങ്ങളും യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ നിർവീര്യമാകട്ടെ. ഇവരുടെ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങൾക്ക് തടസ്സമാകുന്ന എല്ലാ ശല്യങ്ങളും രോഗങ്ങളും രോഗശക്തികളും സോഷ്യൽ മീഡിയകളും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തകർത്ത് കളയുന്നു. ദൈവമക്കൾക്ക് തടസ്സമുണ്ടാക്കുന്ന നാരകശക്തികളെയും ദുരാത്മസേനകളെയും നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് നിത്യനരാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നു. ഹൃദയം തുറന്ന് വചനം കേൾക്കാൻ, അതുരം തുറന്ന് പ്രാർത്ഥിക്കാൻ, നല്ല കുമ്പസാരം നടത്തുന്നതിനും തടസ്സമാക്കുന്ന അസാധ്യമാക്കുന്ന എല്ലാ ദുഷ്ടാത്മവൃന്ദങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തകർത്ത് കളയുന്നു. ഈ കുടുംബങ്ങളെയും ഇവിടെ നടക്കുന്ന പ്രാർത്ഥന ശുശ്രൂഷകളെയും എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ ശത്രുക്കളിൽ നിന്നും ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളിൽ നിന്ന് വിടുവിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളിലെ ഉപകരണങ്ങൾ, വാഹനങ്ങൾ, ഇവരുടെ വീടിൻ്റെ പരിസരം മുഴുവനും പ്രവേശന കവാടങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ മുദ്ര ചെയ്ത് സാത്താൻ്റെ സകല കോട്ടകളെയും തകർക്കുന്നു. ഈ മക്കൾക്കെതിരെ, ഇവരുടെ ആത്മീയതകൾക്കെതിരെ സംസാരിക്കാനും പ്രവർത്തിക്കാനും ദുഷ്പ്രേരണ നൽകുന്ന സകല ശക്തികളെയും യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ അടയാളത്താൽ നിത്യനരാഗ്നിയിലേക്ക് ആട്ടി ഓടിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനങ്ങളുടെ ആത്മീയ മേഖലയിലുള്ള സകല തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ, കുംഭസാരത്തിനുള്ള തടസ്സങ്ങൾ, വചനം വായിക്കുന്നതിനുള്ള തടസ്സങ്ങൾ, ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള തടസ്സങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ ഞാൻ ചോദിക്കുകയാണ്. ഞാൻ റോമിലേക്ക് പോവുകയാണ്. അവിടെ ഒരു 8ഓളം ധ്യാനങ്ങൾ നടത്തുന്നുണ്ട്. ആ ദിവസങ്ങളിൽ ഈ ദേവാലയത്തിൽ, കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിൽ
ഓരോ ധ്യാന ഗുരുക്കന്മാരായിരിക്കും എനിക്ക് പകരം വരുന്നത്. മെയ് 5-നാണ് ഞാൻ തിരിച്ചു വരുന്നത്. അതുവരെ ഓരോ ചൊവ്വാഴ്ചകളിലും കേരളത്തിലെ പ്രശസ്തരായ വചനപ്രഘോഷകരായ വൈദികര് ഈ ദേവാലയത്തിൽ നടക്കുന്ന ചൊവ്വാഴ്ച ദിവസങ്ങൾ നടക്കുന്ന ഡെലിവറൻസിൻ്റെയും രോഗശാന്തിയുടെയും പ്രാർത്ഥന, വിശുദ്ധ അന്തോനീസിൻ്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠയും വണക്കവും നൊവേനയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ അതിപ്രശസ്തരായ വചനപ്രഘോഷകരായിരിക്കും.